ഈ വീഡിയോയിൽ നമ്മൾ ഗാർണർ വേഴ്സസ് ബുറെ റൂളാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതായത് പാർട്ട്നേഴ്സ് ഇൻസോൾവെന്റ് ആകുമ്പോഴാണ്, പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണർ ഇൻസോൾവെന്റ് ആകുമ്പോഴാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് കമ്പൽസറി ഡിസൊല്യൂഷനിലേക്ക് പോകും. ഏതെങ്കിലും ഒരു പാർട്ട്ണർ ഇൻസോൾവെന്റ് ആകുമ്പോഴോ അല്ലെങ്കിൽ എല്ലാ പാർട്ട്നേഴ്സ് ഇൻസോൾവെന്റ് ആകുമ്പോഴൊക്കെ കമ്പൽസറി ഡിസൊല്യൂഷൻ ആണ്. ഡിസൊല്യൂഷനിൽ പോകുമ്പം എങ്ങനെയാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്? അപ്പൊ ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് ഗാർണർ വേഴ്സസ് മുറെ റൂൾ മാത്രമാണ്. അതായത് നമ്മുടെ ഫേമിൽ ഏതെങ്കിലും പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണർ ഇൻസോൾവെന്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഡിസൊല്യൂഷനിലെ അക്കൗണ്ടിങ് പ്രൊസീജിയർ? ആദ്യം എന്താണ് ഇൻസോൾവൻസി എന്ന് അറിയില്ല. ഇൻസോൾവൻസി എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് ഇനബിലിറ്റി ഓഫ് ദി പാർട്ട്ണർ ടു പേ ഹിസ് ഒബ്ലിഗേഷൻ വെൻ ദേ ഫോൾ ഡ്യൂ. അതായത് ഒബ്ലിഗേഷൻ കൊടുക്കാറാകുമ്പോഴത്തേക്കും അവരുടെ കയ്യിൽ ക്യാഷ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ അസറ്റ്സ് ഒന്നും ഇല്ല ഈ ലയബിലിറ്റിനെ ക്ലിയർ ഓഫ് ചെയ്യാനെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഇൻസോൾവൻസി എന്ന് പറയുന്നത്. അതായത് ആ പെർട്ടിക്കുലർ പാർട്ട്ണറിന്, ഇൻസോൾവെന്റ് പാർട്ട്ണറിന് ഡെഫിഷ്യൻസി ആയിരിക്കും. അയാൾക്ക് ആ ഡെഫിഷ്യൻസിയെ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ ആരുടെയെങ്കിലും ഹെൽപ്പ് വേണ്ടി വരും. അപ്പൊ ആ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യേണ്ടത് ബാക്കിയുള്ള സോൾവെന്റ് പാർട്ട്നേഴ്സ് ആയിരിക്കും. അപ്പൊ റൂൾ എങ്ങനെയാണെന്ന് നോക്കാം. ഗാർണർ വേഴ്സസ് മുറെ റൂൾ അപ്ലൈ ചെയ്യാൻ നേരം ഓർക്കേണ്ട കാര്യം, ആസ് യൂഷ്വൽ ഡിസൊല്യൂഷനിൽ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. റിയലൈസേഷൻ ലോസ് ആണെന്നുണ്ടെങ്കിൽ ഈ സോൾവെന്റ് ആയിട്ടുള്ള പാർട്ട്ണർ അവരുടെ ഷെയർ ഓഫ് റിയലൈസേഷൻ ലോസ് ക്യാഷ് ആയിട്ട് ഫേമിലോട്ട് കൊണ്ടുവരണം. ആൻഡ് ദ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഇസ് ദാറ്റ് എമൗണ്ട് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു ദ ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പൊ റിയലൈസേഷൻ ലോസ് എത്രയാണോ ആ എമൗണ്ട് സോൾവെന്റ് ആയിട്ടുള്ളവർ മാത്രം അവരുടെ പോർഷൻ ഓഫ് റിയലൈസേഷൻ ലോസ് അവർ ക്യാഷ് ആയിട്ട് കൊണ്ടുവരണം. പിന്നീട് നമ്മുടെ ഇൻസോൾവെന്റ് ആയിട്ടുള്ള പാർട്ട്ണർ അവരുടെ പ്രൈവറ്റ് എസ്റ്റേറ്റിൽ നിന്നും എന്തെങ്കിലും റിക്കവർ ചെയ്തുകൊണ്ട് ഫേമിലോട്ട് വന്നാൽ അതിനെ റെക്കോർഡ് ചെയ്യുക. ഇറ്റ് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു ഹിസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇൻസോൾവെന്റ് ആയിട്ടുള്ള പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആ എമൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക. പിന്നീട് ഈ ഇൻസോൾവെന്റ് ആയ പാർട്ട്ണറിന് ഡെഫിഷ്യൻസി ആയിരിക്കുമല്ലോ. അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നേരം അയാൾക്ക് ഡെഫിഷ്യൻസി ആയിരിക്കും. ഡെഫിഷ്യൻസി അയാൾക്ക് സെറ്റിൽ ചെയ്യാനായിട്ട് സാധിക്കില്ല, ബിക്കോസ് ഹി ഡോണ്ട് ഹാവ് എനി ക്യാഷ് വിത്ത് ഹിം. അയാളുടെ ഡെഫിഷ്യൻസി എമൗണ്ട് മറ്റ് പാർട്ട്നേഴ്സ് അവരുടെ ലാസ്റ്റ് എഗ്രീഡ് ക്യാപിറ്റൽ റേഷ്യോയിൽ ഷെയർ ചെയ്യണം. അതായത് അവരാണ് ആ ഡെഫിഷ്യൻസിയെ ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ അത് എത്ര തുക? ഫോർ എക്സാമ്പിൾ, നമ്മുടെ ക്വസ്റ്റ്യനിൽ 3 പാർട്ട്നേഴ്സ് ഉണ്ടെന്ന് വെച്ചോ, എ ബി സി. അതിൽ സി ഇൻസോൾവെന്റ് ആവുകയാണ്. അങ്ങനെ സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പം ഡെഫിഷ്യൻസി ഓഫ് 30,000, ഒരു 30,000 രൂപയുടെ ഡെഫിഷ്യൻസി വന്നെന്ന് വെച്ചോ. ഈ 30,000 രൂപ ആരാണ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്? എ ആൻഡ് ബി ആയിട്ടുള്ള സോൾവെന്റ് പാർട്ട്നേഴ്സ്. എത്ര രൂപ, 30,000 എത്ര രൂപ എ കൊണ്ടുവരണം, എത്ര രൂപ ബി കൊണ്ടുവരണം എന്നുള്ളതാണ്. അതാണ് അവരുടെ ലാസ്റ്റ് എഗ്രീഡ് ക്യാപിറ്റൽ റേഷ്യോയിൽ വീതിക്കണം എന്ന് പറയുന്നത്. അതിലും 2 പോസിബിലിറ്റി ഉണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡിലായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ്. ഇപ്പോഴും മിക്കവാറും എല്ലാ ക്വസ്റ്റ്യനും ഫ്ലക്ച്വേറ്റിംഗിലാണ് തരാറുള്ളത്. ഫിക്സ്ഡിലും എക്സാമിന് ചോദിച്ചുകൂടായികയില്ല. ഫ്ലക്ച്വേറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് എഗ്രീഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ബാലൻസ് ഉണ്ടാവുമല്ലോ ബാലൻസ് ഷീറ്റിൽ, അതിനുശേഷം എന്തെങ്കിലും ജനറൽ റിസർവ് അഡ്ജസ്റ്റ്മെന്റോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓർ ലോസോ അക്യുമുലേറ്റഡ് റിസർവ്സോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലോ അങ്ങനെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള ക്യാപിറ്റൽ. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് എഗ്രീഡ് ക്യാപിറ്റൽ റേഷ്യോ എന്ന് പറയുന്ന ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ സിംപ്ലിഫൈ റേഷ്യോ എടുത്താൽ മാത്രം മതി, സിംപ്ലിഫൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ഓക്കെ. പിന്നീട് ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് കാണുമല്ലോ. ക്യാപിറ്റൽ അക്കൗണ്ട് കാണും, കറണ്ട് അക്കൗണ്ടും കാണും. അതിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് എത്രയാണോ ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന ആ റേഷ്യോ യൂസ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും. ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ബാലൻസ് ഷീറ്റ് ഓഫ് എ ബി ആൻഡ് സി ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഈക്വലി ഓൺ ഡിസൊല്യൂഷൻ. ഇത് ഡിസൊല്യൂഷന്റെ കേസാണ്. ഈ ഒരു സെന്റൻസ് വായിച്ചപ്പോൾ നമുക്ക് പിന്നീട് ഇൻസോൾവെന്റ് ആരാണെന്നൊന്നും മനസ്സിലായില്ല. ക്വസ്റ്റ്യൻ ബാക്കി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിൽ 2 ഐറ്റം ആണ് തന്നേക്കുന്നത്. സോറി, only one item is given, ക്യാപിറ്റൽ ഓഫ് എ ആൻഡ് ക്യാപിറ്റൽ ഓഫ് ബി. പക്ഷേ 3 പാർട്ട്നേഴ്സ് ഉണ്ടെന്നല്ലേ പറയുന്നത്. എ ബി സി ഉണ്ടെന്ന്. സിയുടെ ക്യാപിറ്റൽ ലയബിലിറ്റി സൈഡ് തന്നിട്ടില്ല. ദാറ്റ് മീൻസ് അയാൾക്ക് ഓവർഡ്രോൺ ബാലൻസ് ആയിരിക്കും അസറ്റ് സൈഡിൽ ഉണ്ടാവുമായിരിക്കും. ഓക്കെ, അസറ്റ് സൈഡിൽ ഐറ്റംസ് ക്യാഷ് അറ്റ് ബാങ്ക് ഉണ്ട്. പിന്നീട് സീസ് ക്യാപിറ്റൽ, ഇറ്റ്സ് ഇൻ അസറ്റ് സൈഡ്. ഇത് ഓവർഡ്രോൺ ആണ്, ഡെബിറ്റ് ബാലൻസ് ആണ്. എക്കും ബിക്കും ക്രെഡിറ്റ് ബാലൻസ്, സിക്ക് ഓവർഡ്രോൺ ബാലൻസ്, അതായത് ഡെബിറ്റ് ബാലൻസ്. റിയലൈസേഷൻ ലോസ് ഇസ് ഓൾറെഡി ഗിവൻ. ഇപ്പൊ റിയലൈസേഷൻ ലോസ് തന്നിട്ടുണ്ട്. നിങ്ങൾ റിയലൈസേഷൻ അക്കൗണ്ട് ഒന്നും പ്രിപ്പയർ ചെയ്യേണ്ട. ഇപ്പൊ ലോസ് ആരൊക്കെ ഷെയർ ചെയ്യേണ്ടതാണ്? റിയലൈസേഷൻ ലോസ് ഷുഡ് ബി ഷെയർഡ് ബിറ്റ്വീൻ ഓൾ ദി 3 പാർട്ട്നേഴ്സ്. ഇൻസോൾവെന്റ് ആയിട്ടുള്ള ആർക്കും കൊടുക്കണം. ഇവിടെ ഈക്വലി ആണ്. ഈക്വലി ആകുമ്പോൾ 10 വെച്ച 10,000 വെച്ച്. ഇവിടെ ഓർക്കേണ്ട കാര്യം, സോൾവെന്റ് ആയിട്ടുള്ള 2 പാർട്ട്നേഴ്സും ഈ റിയലൈസേഷൻ ലോസിന്റെ എമൗണ്ട് ക്യാഷ് ആയിട്ട് ഫേമിലോട്ട് കൊണ്ടുവരണം. ഓക്കെ, അത് മറന്നു പോകരുത്. ഇൻസോൾവെന്റ് ആയിട്ടുള്ള ആൾ കൊണ്ടുവരേണ്ട, കാരണം ഇടയിൽ ക്യാഷ് ഒന്നും ഇല്ലല്ലോ.
പിന്നീട് അടുത്ത പറയുന്നത് സി ബിക്കം ഇൻസോൾവെന്റ്. ഇപ്പോഴാണ് പറയുന്നത് സി ആണ് ഇൻസോൾവെന്റ് ആയെന്ന് ഇവിടാണ് പറയുന്നത്. നത്തിങ് കുഡ് ബി റിക്കവേർഡ് ഫ്രം ഹിസ് എസ്റ്റേറ്റ്. അയാളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒന്നും അയാൾക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല. We were asked to close the books of the firm as per the decision in Garner versus Murray. അപ്പൊ ഗാർണർ വേഴ്സസ് മുറയുടെ ക്രക്സ് എന്ന് പറയുന്നത് സി എന്ന് പറയുന്ന ഇൻസോൾവെന്റ് പാർട്ട്ണറിന്റെ ഡെഫിഷ്യൻസി ആരാണ് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടത്? സോൾവെന്റ് ആയിട്ടുള്ള മെറ്റ് പാർട്ട്നേഴ്സ്. ഇവിടെ സോൾവെന്റ് ആയിട്ടുള്ള മെറ്റ് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ എയും ബിയും ഈ ഡെഫിഷ്യൻസിനെ അവരുടെ ലാസ്റ്റ് എഗ്രീഡ് ക്യാപിറ്റൽ റേഷ്യോയിൽ കൊണ്ടുവരുക. The method followed is ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമേ ഉള്ളൂ, ദാറ്റ് ഇസ് ഫ്ലക്ച്വേറ്റിംഗ്. അപ്പൊ ക്യാപിറ്റൽ ബാലൻസ് എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ ബാലൻസിന്റെ റേഷ്യോ എങ്ങനെയാണ്? ക്യാപിറ്റലിന്റെ റേഷ്യോ എടുക്കേണ്ടത് എങ്ങനെയാണ്? ഓപ്പണിംഗ് ബാലൻസിൽ നിന്നും ജനറൽ റിസർവോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻട്രസ്റ്റ് ഡ്രോയിങ്സോ ഇൻട്രസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം. ഇവിടെ അങ്ങനത്തെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാണ്ട് ക്യാപിറ്റൽ റേഷ്യോ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. 60,000 to 30,000. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ സാധാരണ ആദ്യം റിയലൈസേഷൻ അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇവിടെ അത് വേണ്ട, ബിക്കോസ് റിയലൈസേഷൻ ലോസ് ഇസ് ഓൾറെഡി ഗിവൻ. നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട്. വേറെ റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ട. നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ക്യാപിറ്റൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് വി നീഡ് ടു ബ്രോട്ട് ഡൗൺ ദ ബാലൻസ് എ ബി സി, മൂന്ന് പേരുടെയും. എക്കും ബിക്കും ക്രെഡിറ്റ് ബാലൻസ്, സിക്ക് ഡെബിറ്റ് ബാലൻസ്. അതാണ് ഫസ്റ്റ് പോസ്റ്റിംഗ്. ഫസ്റ്റ് പോസ്റ്റിംഗ് എന്ന് പറയുന്ന ബാലൻസ് ബ്രോട്ട് ഡൗൺ. രണ്ടു പേർക്ക് ക്രെഡിറ്റ് ബാലൻസ്, പിന്നീട് സിക്ക് ഡെബിറ്റ് ബാലൻസ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിയലൈസേഷൻ ലോസ്. റിയലൈസേഷൻ ലോസ് 30,000 ആണ്. ഇറ്റ് ഷുഡ് ബി ഷെയർഡ് ഇൻ ദ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ക്വസ്റ്റ്യനിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈക്വലി എന്ന് പറയുന്നുണ്ട്. ഈക്വൽ ആയിട്ട് റിയലൈസേഷൻ ലോസ് ഷുഡ് ബി ഡെബിറ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. റിയലൈസേഷൻ ലോസ് 30,000 ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്ത്. ഇനി അടുത്തത് എന്താണ്? മറക്കരുത്, ഗാർണർ വേഴ്സസ് മുറി റൂളാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ സോൾവെന്റ് ആയിട്ടുള്ള പാർട്ട്നേഴ്സ് അവരുടെ റിയലൈസേഷൻ ലോസ് ക്യാഷ് ആയിട്ട് ഫേമിലോട്ട് കൊണ്ടുവരണം. അവരുടെ ആരൊക്കെയാണ് സോൾവെന്റ് ആയിട്ടുള്ളത്? സോൾവെന്റ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് എയും ബിയും ആണ് സോൾവെന്റ് ആയിട്ടുള്ള പാർട്ട്നേഴ്സ്. അവരുടെ ലോസ് അവർ ക്യാഷ് ആയിട്ട് കൊണ്ടുവരണം. അവരുടെ ലോസ് എന്ന് പറയുന്നത് 10,000 അവർ ക്യാഷ് ആയിട്ട് കൊണ്ടുവരുമ്പോൾ അതാണ് തേർഡ് സ്റ്റെപ്പ്. ബൈ ബാങ്ക് ഫേമിലോട്ട് ക്യാഷ് വന്നു. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ആരൊക്കെയാണ് കൊണ്ടുവരുന്നത്? എസ് ക്യാപിറ്റൽ, ബിസ് ക്യാപിറ്റൽ. എ 10,000 കൊണ്ടുവന്നു, ബി 10,000 കൊണ്ടുവന്നു. ഓക്കെ, ഇനി എന്താണ് അടുത്ത ചെയ്യാനുള്ളത്? ഇനി ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് വേറെ ഒരു ട്രാൻസാക്ഷൻ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. 3 സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇവരുടെ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. ഗാർണർ വേഴ്സസ് മുറി റൂളിൽ എപ്പോഴും ഓർക്കേണ്ട കാര്യം, ഇൻസോൾവെന്റ് ആയിട്ടുള്ള പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് വേണം ആദ്യം ബാലൻസ് ചെയ്യാൻ. ഈ ക്വസ്റ്റ്യനിൽ ഇൻസോൾവെന്റ് ആയിട്ടുള്ളത് ആരാണ്? ഇൻസോൾവെന്റ് പാർട്ട്ണർ ഇസ് സി ഇസ് ദി ഇൻസോൾവെന്റ് പാർട്ട്ണർ. സി ആണ് ഇൻസോൾവെന്റ്. അപ്പൊ സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ആദ്യം ബാലൻസ് ചെയ്യാം. സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്ത് നോക്കാം. ഡെബിറ്റ് സൈഡ് ടോട്ടൽ എന്ന് പറയുന്നത് 20,000 പ്ലസ് 10,000, 20,000 പ്ലസ് 10,000 ദാറ്റ് ഇസ് 30,000. പിന്നെ സിയുടെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ഇതുവരെ ഒന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല. സിയുടെ ക്രെഡിറ്റ് സൈഡിൽ ഒന്നും തന്നെ റെക്കോർഡ് ആയിട്ടില്ല. ബാലൻസിങ് ഫിഗർ എത്ര വരും? ബാലൻസിങ് ഫിഗർ 30,000 ഇറ്റ്സെൽഫ്. അതെന്ന് പറയുന്നത് സിയുടെ ഡെഫിഷ്യൻസി ആണ്. അപ്പൊ സി യഥാർത്ഥത്തിൽ ഈ എമൗണ്ട് ബിസിനസ്സിലേക്ക് കൊണ്ടുവരുവാണ് വേണ്ടത്. 30,000 ഇസ് ഡെഫിഷ്യൻസി. കാരണം ഡെബിറ്റ് സൈഡിൽ 30,000, ക്രെഡിറ്റ് സൈഡിൽ ടോട്ടൽ ഒന്നും വന്നിട്ടില്ല. അപ്പൊ 30,000 നമ്മൾ ഡെഫിഷ്യൻസിന്നോ അല്ലെങ്കിൽ അയാൾ കൊണ്ടുവരാനെന്ന് വെച്ചാൽ ബൈ ബാങ്ക് എന്ന് എഴുതേണ്ട തുകയായിരുന്നു. പക്ഷെ ഇൻസോൾവെന്റ് ആയിട്ട് അയാൾക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. ആ ഡെഫിഷ്യൻസി എമൗണ്ട് ആര് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നാണ് ഗാർണർ വേഴ്സസ് മുറി റൂളിൽ? അത് ബാക്കിയുള്ള സോൾവെന്റ് ആയിട്ടുള്ള പാർട്ട്നേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഈ 30,000 രൂപ. 30,000 എ എത്ര കൊണ്ടുവരണം, ബി എത്ര കൊണ്ടുവരണം? അത് അവരുടെ ലാസ്റ്റ് എഗ്രീഡ് ക്യാപിറ്റൽ റേഷ്യോ ആണ്. ലാസ്റ്റ് എഗ്രീഡ് ക്യാപിറ്റൽ റേഷ്യോ എന്ന് പറയുന്നത് കണ്ടുപിടിക്കുക. അതായത് ക്യാപിറ്റൽ ബാലൻസ് എത്രയാണ്? ക്യാപിറ്റൽ ബാലൻസ് എയുടെയും ബിയുടെയും 60,000ഉം 30,000ഉം. ജനറൽ റിസർവോ പ്രോഫിറ്റ് ആൻഡ് ലോസോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാനില്ലല്ലോ. സോ ദി ക്യാപിറ്റൽ റേഷ്യോ ഇസ് ലാസ്റ്റ് എഗ്രീഡ് ക്യാപിറ്റൽ റേഷ്യോ ഇസ് ലാസ്റ്റ് agreed capital ratio between A and ഇവിടെ തന്നിട്ടുണ്ട്. ലാസ്റ്റ് agreed capital ratio between A and B is 60,000 is to 30,000. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2:1. അപ്പൊ 2:1 റേഷ്യോയിലാണ് ഈ 30,000 രൂപ ആര് കൊണ്ടുവരണം? എയും ബിയും. എൻട്രി വരുന്നത് എങ്ങനെയാണ്? എസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് 20,000, അതായത് 30,000 അല്ലെ, 30,000 into 2:1 റേഷ്യോ എന്ന് പറയുന്നത് എന്ത് വരും? 2 divided by 3. 2 divided by 3 എന്ന് പറഞ്ഞാൽ 20,000. ബി എത്ര കൊണ്ടുവരണം? 30,000 1/3 പോർഷൻ. 1/3 പോർഷൻ എന്ന് പറയുന്നത് 10,000. അപ്പൊ എയും ബിയും എസ് ക്യാപിറ്റൽ 20,000, ബിസ് ക്യാപിറ്റൽ 10,000,
ടു ആർക്ക് വേണ്ടിയാണ് ഇവർ കൊണ്ടുവരുന്ന സീസ് ക്യാപിറ്റൽ, സിയുടെ ഡെഫിഷ്യൻസി കവറപ്പ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്ന എൻട്രി. അപ്പൊ ഈ എൻട്രി നല്ലപോലെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. എക്സാമിന് ചിലപ്പോൾ ഈ എൻട്രി മാത്രമൊക്കെ ചോദിക്കും. ഇൻ ഗാർണർ വെസസ് മുറിയ റൂളില് ഈ ഡെഫിഷ്യൻസി എമൗണ്ടിനെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി സോൾവെന്റ് പാർട്ട്നേഴ്സ് ക്യാഷ് കൊണ്ടുവരുമ്പോൾ വരുന്ന എൻട്രി എന്താണ്? അതായത് സോൾവെന്റ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ് ടു ഇൻസോൾവെന്റ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ഇവിടെ രണ്ട് സോൾവെന്റ് പാർട്ട്നേഴ്സ് ആണ്. സോ എസ് ക്യാപിറ്റൽ, ബിസ് ക്യാപിറ്റൽ ടു സീസ് ക്യാപിറ്റൽ. എങ്ങനെയാണ് ഇത് പോസ്റ്റ് ചെയ്യേണ്ടത്? എയുടെയും ബിയുടെയും കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? എസ് ക്യാപിറ്റൽ, ബിസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അതായത് സിയുടെ 30,000 ആണ്. 30,000 വേണം സിയുടെ ക്രെഡിറ്റ് സൈഡിൽ. അത് ആരൊക്കെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? എയും കോൺട്രിബ്യൂട്ട് ചെയ്യും, ബിയും കോൺട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, 2010. ഇതുപോലെ തന്നെ സിയുടെ, ഇതിപ്പം സിയുടെ കോളത്തിലാണ്. ഇനി എയുടെ കോളത്തിൽ ഇതിനെ നമ്മൾ പണ്ട് ബാങ്ക് സോറി പിന്നെ പാസ്ബുക്ക് അല്ലെങ്കിൽ ക്യാഷ് 3 കോളം ക്യാഷ് ബുക്ക് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ കോൺട്രാ എൻട്രി പോലാണ് സീസ് ക്യാപിറ്റലിൽ വരുന്നത്. എന്തൊക്കെയാണ്? തിരിച്ച് നമ്മൾ പോസ്റ്റ് ചെയ്യണം. എയുടെയും ബിയുടെയും കോളത്തിൽ എൻട്രി വരണ്ടേ? എ 20,000 കോൺട്രിബ്യൂട്ട് ചെയ്തു, ബി 10,000 കോൺട്രിബ്യൂട്ട് ചെയ്തു ടു സീസ് ക്യാപിറ്റൽ. ഈ എൻട്രിന്റെ പോസ്റ്റിംഗ് ആണ് ഇങ്ങനെ വരുന്നത്. എസ് ക്യാപിറ്റൽ, ബിസ് ക്യാപിറ്റൽ ആരുടെ കോളത്തിലാണ്? സിയുടെ കോളത്തിൽ എഴുതാവുള്ളൂ. എസ് ക്യാപിറ്റൽ എന്ന് എഴുതിയിട്ട് എയുടെ കോളത്തിൽ എഴുതിയാൽ തെറ്റിപ്പോകും. എസ് ക്യാപിറ്റൽ എന്ന് എഴുതിയിട്ട് ആർക്ക് വേണ്ടിയാ കോൺട്രിബ്യൂട്ട് ചെയ്ത്? സിയുടെ കോളത്തിൽ. ബിസ് ക്യാപിറ്റൽ എന്ന് എഴുതിയിട്ട് ക്രെഡിറ്റ് സൈഡിൽ സി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ബി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സിക്ക് വേണ്ടി 10,000. സിയുടെ ഡെഫിഷ്യൻസി കവറപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നീട് അതിന്റെ ഓപ്പോസിറ്റ് എൻട്രി വരുന്നത് ടു സീസ് ക്യാപിറ്റൽ. ആരുടെയൊക്കെ? എ 20,000 കൊടുത്തു, ബി 10,000. ഓക്കെ, ഇനി കഴിഞ്ഞു. ഇനി നമുക്ക് ബാലൻസ് ചെയ്യാം. ഇനി ആരുടെ കോളെ ബാലൻസ് ചെയ്യാനുള്ള? സിയുടെ ഈക്വൽ ആയി കേട്ടോ. 30,000 ഇൻ ഡെബിറ്റ് സൈഡ് ആൻഡ് 30,000 ഇൻ ക്രെഡിറ്റ് സൈഡ്. ഇനി നമ്മൾ ബാലൻസ് ചെയ്യാനുള്ളത് എയുടെയും ബിയുടെയും കോളാണ്. ഇതായിരുന്നു നമ്മുടെ ഫോർത്ത് സ്റ്റെപ്പ്. ഇനി ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് രണ്ടുപേരുടെയും ബാലൻസ് ചെയ്യുക. എയുടെ ടോട്ടൽ എത്ര വരും? 10,000 പ്ലസ് 20,000. ഇതാണ് ഏത് സൈഡിലെ ടോട്ടൽ? ഡെബിറ്റ് സൈഡിലെ. ക്രെഡിറ്റ് സൈഡിലെയോ 60 പ്ലസ് 10. 60 പ്ലസ് 10 70,000 അല്ലേ ഗ്രേറ്റർ. 70,000 ഇവിടാണ് ഷോർട്ടേജ്. 70,000 നിന്നും 10 പ്ലസ് 20 30,000 മൈനസ് ചെയ്യുമ്പോൾ 40,000. ഇത് ടു ബാങ്ക്, അവരുടേത് ഫൈനൽ പേയ്മെന്റ് അങ്ങോട്ടേക്ക് കൊടുക്കുവാണ്. പാർട്ട്ണർഷിപ്പും അവർക്ക് എക്ക് എത്ര രൂപ അങ്ങോട്ട് കൊടുക്കാനുണ്ട്? 40,000 അങ്ങോട്ടേക്ക് കൊടുക്കാനുണ്ട്. കൊടുത്തു, പൈസ ഉണ്ടായിരുന്നു കൊടുക്കാനായിട്ട്. അപ്പൊ അത് ഡിസോൾവ് ചെയ്തപ്പം അസെറ്റ് വിറ്റു, ബാക്കി ലയബിലിറ്റീസ് എല്ലാം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് പൈസ കൊടുക്കാനായിട്ട് ഉണ്ടായിരുന്നു. ലയബിലിറ്റി ഒന്നും തന്നെ ഇല്ലായിരുന്നു ഈ ഫോമിൽ. അതേപോലെ ബിയുടെ ടോട്ടൽ ചെയ്യുക. ബിയുടെ ഡെബിറ്റ് സൈഡ് ടോട്ടൽ 10 പ്ലസ് 10 20,000. ബിയുടെ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ 30 പ്ലസ് 10 40,000. ഇപ്പൊ 40 ഗ്രേറ്റർ. ഇവിടെയാണ് ഷോർട്ടേജ് വരുന്നത്. ദാറ്റ് മീൻസ് ടു ബാങ്ക്. അപ്പൊ ബിക്കും എത്ര രൂപ കിട്ടാനുണ്ട്? 20,000. അവർക്ക് പൈസ കൊടുക്കും ബാലൻസിങ് ഫിഗർ. അങ്ങനെ ഏത് അക്കൗണ്ടും കംപ്ലീറ്റ് ചെയ്ത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഈ ഗാർണർ വെസസ് ഫീസ് വരുമ്പോൾ ഓർക്കേണ്ട കാര്യം, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എല്ലാ പോസ്റ്റിംഗും കഴിഞ്ഞ് ആദ്യം ആരുടെ അക്കൗണ്ടാണ് ബാലൻസ് ചെയ്യേണ്ടത്? ഇൻസോൾവെന്റ് പാർട്ട്ണറിന്റെ അക്കൗണ്ടാണ് ബാലൻസ് ചെയ്യേണ്ടത്. അപ്പൊ അയാൾക്ക് ഡെഫിഷ്യൻസി ആയിരിക്കും വരുന്നത്. കുറവ് വരുന്ന ക്രെഡിറ്റ് സൈഡിലായിരിക്കും. ആ ഡെഫിഷ്യൻസി എമൗണ്ട് ആരൊക്കെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്? ബാക്കിയുള്ള സോൾവെന്റ് പാർട്ട്ണർ. ഇവിടെ വന്ന ഡെഫിഷ്യൻസിയാണ് ഇത്. 30,000 ആണ് ടോട്ടൽ ഡെഫിഷ്യൻസി വന്നത്. അത് ആരൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തു? എയും ബിയും കോൺട്രിബ്യൂട്ട് ചെയ്തു. കറസ്പോണ്ടിങ് എൻട്രി ഓപ്പോസിറ്റ് സൈഡിൽ ടു സീസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് എഴുതുക. ഇത് ഫോർത്തിന്റെ കറസ്പോണ്ടിങ് എൻട്രി ആണ്. 2010. എ കോൺട്രിബ്യൂട്ടഡ് 20, ബി കോൺട്രിബ്യൂട്ടഡ് 10,000. ഓക്കെ, പിന്നീട് അത് കഴിഞ്ഞ ശേഷം സോൾവെന്റ് ആയിട്ടുള്ള പാർട്ട്നേഴ്സിന്റെ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ഡിഫറൻസ് വരുന്നത് ടു ബാങ്ക് അല്ലെങ്കിൽ ബൈ ബാങ്ക് എന്ന് എഴുതി. അതാണ് ബാലൻസിങ് ഫിഗർ. അങ്ങനെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ക്യാഷ് അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഫസ്റ്റ് ബ്രോട്ട് ഡൗൺ ചെയ്യുക. ബാലൻസ് 40,000 ആണ് ഓപ്പണിംഗ് ബാലൻസ്. ഇറ്റ്സ് ആൻ അസറ്റ്, സോ ഡെബിറ്റ് ബാലൻസ്. ക്യാഷ് അക്കൗണ്ടിൽ ബാലൻസ് ബ്രോട്ട് ഡൗൺ ചെയ്യുക. ദാറ്റ്സ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ബാലൻസ് ബ്രോട്ട് ഡൗൺ ചെയ്തിട്ട് പിന്നീട് ഫോമിലേക്ക് എന്തൊക്കെ റെസീപ്റ്റുകൾ വന്നു? ദാറ്റ് ഇസ് റെസീപ്റ്റ്സ് ഷുഡ് ബി റെക്കോർഡഡ് ഇൻ ഡെബിറ്റ് സൈഡ്. എന്തൊക്കെ റെസീപ്റ്റ് ആണ് വന്നത്? എയും ബിയും 10,000 വെച്ച് റിയലൈസേഷൻ ലോസ് കോൺട്രിബ്യൂട്ട് ചെയ്തില്ലേ? ഇതെന്ന് പറഞ്ഞാൽ ലോസ് ഓൺ റിയലൈസേഷൻ അവർ കോൺട്രിബ്യൂട്ട് ചെയ്ത് 10,000 40 ഓൾറെഡി ഉണ്ടായിരുന്നു. പിന്നീട് എയും ബിയും അവരുടെ ലോസ്, റിയലൈസേഷൻ ലോസ് കോൺട്രിബ്യൂട്ട് ചെയ്ത എൻട്രി ആണ്. എ കോൺട്രിബ്യൂട്ട് 10, ബി കോൺട്രിബ്യൂട്ടഡ് 10. പിന്നീട് ആർക്ക് പൈസ എടുക്കാനുണ്ട്? റെസിപ്റ്റ് ഇത്രയേ ഉള്ളൂ. ആരുടെയും പ്രൈവറ്റ് പ്രോപ്പർട്ടി വിറ്റൊന്നും കൊണ്ടുവന്നില്ലല്ലോ. അല്ലായിരുന്നെങ്കിൽ അതും കൂടെ വന്നതിന് റെസിപ്റ്റ് സൈഡിൽ. ഇനി സെറ്റിൽമെന്റ് സമയത്ത് എക്കും ബിക്കും പാർട്ട്ണർഷിപ്പും അങ്ങോട്ട് പൈസ കൊടുക്കുന്നു. എത്രയൊക്കെയാണ്? ടു ബാങ്ക്.
40,000, 20,000. അതാണ് റെസീപ്റ്റ് സൈഡില്, സോറി പേയ്മെന്റ് സൈഡിൽ പേയ്മെന്റ്. അപ്പം എക്ക് 40,000 കൊടുത്തു, ബിക്ക് 20,000 കൊടുത്തു. ഇത്രേ ഉള്ളൂ. ടോട്ടൽ ചെയ്യുമ്പം ഈക്വൽ ആയി. എല്ലാ ക്യാഷ് റെസീപ്റ്റ്സും ക്യാഷ് പേയ്മെന്റ്സും നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഡെബിറ്റ് സൈഡ് ഷുഡ് ബി ഈക്വൽ ടു ക്രെഡിറ്റ് സൈഡ്. ഇതാണ് ഗാർണർ വേഴ്സസ് മുറെ റൂള്. അതൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം ലാസ്റ്റ് അഗ്രീഡ് ക്യാപിറ്റൽ റേഷ്യോ അറിഞ്ഞിരിക്കണം. പിന്നീട് ഇൻസോൾവെന്റ് പാർട്ട്ണറിന്റെ സോറി റിയലൈസേഷൻ ലോസ്, ഗാർണർ വേഴ്സസ് മുറെ റൂളിൽ റിയലൈസേഷൻ ലോസ് ഓഫ് സോൾവെന്റ് പാർട്ട്ണർ ഷുഡ് ബി ബ്രോട്ട് ഇൻ ക്യാഷ് ബൈ ദം. അവരവരുടെ റിയലൈസേഷൻ ലോസ് ക്യാഷ് ആയിട്ട് കൊണ്ടുവരണം. പിന്നീട് ആദ്യം നിങ്ങളെല്ലാം പോസ്റ്റിംഗ് ചെയ്തതിന് ശേഷം ആദ്യം ഇൻസോൾവെന്റ് പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് ബാലൻസ് ചെയ്യേണ്ടത്. ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡെഫിഷ്യൻസി എമൗണ്ട് ആര് കോൺട്രിബ്യൂട്ട് ചെയ്യണം? സോൾവെന്റ് ആയിട്ടുള്ള പാർട്ട്നേഴ്സ് അവരുടെ ലാസ്റ്റ് എഗ്രീഡ് ക്യാപിറ്റൽ റേഷ്യോയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുക. ഇവിടെ ക്യാപിറ്റൽ റേഷ്യോ എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും 60,000 to 30,000 ആയിരുന്നു. ഇതിൽ എന്തെങ്കിലും മറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നെങ്കിൽ മൈനസ് ചെയ്യുകയോ ആഡ് ചെയ്തൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് അഗ്രീഡ് ക്യാപിറ്റൽ റീകാൽക്കുലേറ്റ് ചെയ്യണമായിരുന്നു. ഇവിടെ അതിന്റെ ആവശ്യമില്ലായിരുന്നു, കാരണം അങ്ങനെയുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ലായിരുന്നു. സോ ദി റേഷ്യോ 60,000 to 30,000 സിംപ്ലിഫൈ ചെയ്തപ്പം 2:1 എന്നാണ് വന്നത്. ആ റേഷ്യോയിൽ അവര് കോൺട്രിബ്യൂട്ട് ചെയ്തു. പിന്നെ അതിന്റെ കറസ്പോണ്ടിങ് എൻട്രി 2Cs ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് എയുടെ കോളത്തിലും ബിയുടെ കോളത്തിലും എഴുതി. ഇത്രയേ ഉള്ളൂ. അതിനുശേഷം സോൾവെന്റ് ആയിട്ടുള്ള പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. അവരുടെ ബാലൻസിങ് ഫിഗർ ടു ബാങ്കോ അല്ലെങ്കിൽ ബൈ ബാങ്കോ. ടു ബാങ്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങോട്ട് പൈസ കൊടുത്തു, ബൈ ബാങ്ക് എന്ന് പറഞ്ഞാൽ അവർ ഇങ്ങോട്ട് പൈസ കൊണ്ടുവന്നു, ഫേമിലോട്ട് പൈസ കൊണ്ടുവന്നു. ബാക്കിയുള്ളതൊക്കെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയായിരിക്കും. ഇതാണ് ഗാർണർ വേഴ്സസ് മുറയുടെ ഒരു സിമ്പിൾ പ്രോബ്ലം ആണ്. താങ്ക് യു.